അവർ ചിന്തിക്കേണ്ടത് ഞാൻ സ്റ്റാർ ആവുന്നു, അത് സ്റ്റാറായി അതിന് മേലെ. എല്ലാ സജു സാറ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ 3 മാസം കൂടുമ്പോൾ എന്തുണ്ടായിരിക്കും, ടൂറുണ്ടായിരിക്കും. പറഞ്ഞേ അപ്പൊ എല്ലാവരുടെ മനസ്സില് ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ലൈഫ് ലോങ് സെലിബ്രേഷൻ ആക്കി മാറ്റാൻ നമ്മളെ ആർസ്യം എന്ന മഹാപ്രസ്ഥാനത്തിന് മാത്രമേ കഴിയുള്ളൂ. കാരണം നമുക്ക് വേണ്ട എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നൽകാൻ പ്രാപ്തമായ ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്ത് തന്നെ ഉണ്ടോന്ന് സംശയം. കാരണം ഇന്ന് ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന പ്രസ്ഥാനം ഇനി എന്താണ് വേൾഡ് വൈഡ് ആയിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം പോണത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റും. നല്ല നല്ല ചിന്താഗതികളും ജീവിതത്തിലുള്ള മാറ്റങ്ങളും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഒക്കെ ആയിട്ട് മാറട്ടെ ഈ യാത്ര എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി ജയ് ആർസ്യം, ഗുഡ് ആർസ്യം. താങ്ക് യു. അപ്പൊ കലാമേഡത്തിന് തോന്നും എന്നെ വിളിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ജയാർസ്യം. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാത്തിരുന്ന ടൂർ പ്രോഗ്രാം നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നല്ല നല്ല ടൂറുകൾ, നല്ല യാത്രകളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സന്തോഷവേളയിൽ ബിസിനസ് പറഞ്ഞ് ആരെയും മനസ്സ് ഇതാക്കുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മുടെ ചിന്തയിൽ അതായിരിക്കണം. നമുക്ക് സൗഭാഗ്യങ്ങൾ, സമ്പത്ത് എല്ലാം ലഭിക്കണമെങ്കിൽ നമ്മുടെ ടീമിനെ നമ്മൾ കെയർ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടതാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് ഈ യാത്ര നല്ലൊരു ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാനുള്ള ഒരു നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല ടൂറുകൾ പോയിട്ടില്ല. മധു സാറ് പറഞ്ഞു കുറേ യാത്ര പോയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ യാത്രകളൊന്നും പോയിട്ടില്ല. ആർസിയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഒരു ട്രിപ്പ് അടിച്ചുപൊളി യാത്ര ലഭിച്ചത്. അതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. ഇവിടെ ഇരിക്കുന്ന പലരുടെയും അനുഭവവും ഇത് തന്നെയായിരിക്കും. ഞാൻ ചെറിയ യാത്രകൾ ഫസ്റ്റ് പറഞ്ഞിട്ട് വലിയ മൈസൂര്, ബാംഗ്ലൂര്, അതുപോലുള്ള പല സ്ഥലങ്ങൾ, അതുപോലെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് ആദ്യമായിട്ടൊരു അവസരം തന്നത് ആർസിഎം എന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. മഹാനായ നമ്മുടെ MDDCJ ഞാൻ ഈ ഒരു അവസരത്തിൽ നമിക്കുകയാണ്. കാരണം ഫ്ലൈറ്റിൽ കയറിയിരുന്ന് ഒരു സാറിൻ്റെ അടുത്തിരുന്ന് ഞാൻ കരയായിരുന്നു. സാറ് വിചാരിച്ച് പേടിച്ച് എന്തോ സംഭവിച്ചിട്ടാണ്. പക്ഷെ സത്യത്തില് എനിക്കത് വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല. ഫ്ലൈറ്റിലാണ് ഇരിക്കണേന്ന്. സന്തോഷം കൊണ്ടുള്ള ആനന്ദ കണ്ണീരായിരുന്നു. കാരണം ആകാശത്തേക്ക് നോക്കി ഫ്ലൈറ്റ് കണ്ടിരുന്ന ആളിപ്പോൾ അതിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ യാഥാർത്ഥ്യമാവും. എല്ലാ സന്തോഷങ്ങളും ആർസിയും നമുക്ക് തരും. വിടാതെ മുറുകെ പിടിക്കുക. ഈ ജൈത്രയാത്ര നമുക്ക് തുടരാം. എല്ലാവർക്കും ആർസിയിലൂടെ നല്ലൊരു ഭാവി, നല്ലൊരു ഉയർച്ച, എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി. ജയാർസിയും ഗുഡാർസിയും. താങ്ക് യു. നിറഞ്ഞ കഴിവോടെ തന്നെ നമ്മുടെ ടെക്നിക്കൽ അച്ചീവർ അനിൽ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. പള്ളിയുടെ വളരെ സന്തോഷം ഇങ്ങനൊരു ടൂറ് അല്ലേ. ഫിറോസ് സാറ് പറഞ്ഞവര് നമ്മൾ പലപ്പോഴും പല പരിപാടികൾ മാത്രമായിട്ട് നിൽക്കുകയാണ്. ടൂറ് പോകുന്നില്ല, ആസ്വദിക്കാനുള്ള സമയം കിട്ടുന്നില്ല. എൻ്റെ പേര് അനിൽ ജോർജ്, വീട് തുമ്മൂരാണ്. കാര്യമായിട്ട് പരിചയപ്പെടുത്തുന്നില്ല. എന്താ പറയുക, സജീവ് സാറ് പറഞ്ഞു പല കുടുംബങ്ങളിലും സന്തോഷമില്ല. കാരണം പൈസ തന്നെയാണ് 95% കാരണമെങ്കിലും നമുക്കറിയാം കൂടുമ്പോൾ ഇമ്പമുള്ള എന്താണ്, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇമ്പം. അപ്പോൾ ഇതാണ് ഒരു കുടുംബം. ആർസിഎം കുടുംബമാണ് നമ്മൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞല്ലേ, ഇന്നലെ ഒരു ടെക്നിക്കൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കോഴിക്കോട്. ഞങ്ങളെല്ലാവരും പോയിരുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ നൂഡിൽസ് പലർക്കും സെയിൽ ചെയ്യുമ്പോൾ ആൾക്കാരോട് ചോദിക്കാറ്, നൂഡിൽസ് സെയിൽ ചെയ്യുമ്പോൾ കുറച്ചുള്ളൂ, നൂഡിൽസ് സെയിൽ ചെയ്യുമ്പോൾ പറയാറ്
പരാതികൾ കൂടായിരുന്നില്ല. നൂഡിൽസ് കൊടുക്കുമ്പോൾ എന്താ പറയാറ്? ഫാമിലി പാക്ക് ഇല്ലാന്ന് പറയാറുണ്ട്. ഇതേ ഫാമിലി പാക്ക് വരാൻ പോണ്. ഫാമിലി പാക്ക് ഏതാനും എത്തും. മനസ്സിലായോ? കുറച്ചൊന്നുമല്ല ഫാമിലി പാക്ക് വരാനാണ് നൂഡിൽസ്. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ബിസിനസ് പറവർക്കാൻ പോകുന്നു. മാത്രമല്ല ആദ്യമായിട്ട് ഓട്സ് വരുന്നുണ്ട്, ഒത്തിരി അധികം പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. ഇനി എന്താ പറയാ, എല്ലാവരും ഈ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെയ്യാം. ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുക്കാം അനിൽ സാറിന്. എന്നെ പരിചയപ്പെടുത്തണ്ടല്ല, എൻ്റെ മകനാണ് ബിന്ദു സാറ്. അത് ഇന്ന് ഈ സന്തോഷം അറിയാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ജോലികൾ അതൊക്കെ ഉണ്ട്. എല്ലാവരും മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ എനിക്ക് പശുണ്ട്, പശുവിനെ വളർത്തണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീട്ടിലെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു സന്തോഷം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഇതിൽ മേലെ സന്തോഷിക്കുന്നതാണ് വിചാരം. കുറേ കാലങ്ങളായി ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് പോകുന്നു. ഇത്രയ്ക്കായി. ഇപ്പോൾ എൻ്റെ മകൻ ആർസിയിൽ വന്നതിന് ശേഷമാണ് ഇത്ര സന്തോഷം. ഇതിന് എല്ലാം സന്തോഷം തരാൻ കാരണം നമ്മുടെ ഒരു സജീവ് സാറാണ്. അത് ആർസിയിൽ വരുന്നതിൽ മുപ്പാടും ഞങ്ങളൊരു കുടുംബമായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ഒരു മോനെ പോലെ തന്നെയാണ് സജീവനും. കാരണം എന്താ പറയാ, അത്രയും സന്തോഷമാണ്. പല ടൂറുകളിലും ഞാൻ പോയിട്ടുണ്ട്, പ്ലെയിനിൽ പോയിട്ടുണ്ട്, കപ്പലിൽ പോയിട്ടുണ്ട്, എല്ലാത്തിലും പോയിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ പക്ഷയാണ്. കാരണം ഇത്രയും ഒരു സന്തോഷം ഒരു സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുകയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ടൂറ് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ആദ്യം അമ്മ റെഡിയായി. അപ്പൊ അതിന് പിന്നാലെ ഞാൻ അല്ല ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, യാത്രയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും സന്തോഷം നമുക്ക് ഒരു ഫാമിലിയുടെ കൂടുമ്പോൾ പോകുമ്പോൾ കിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും അവിടെ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ എന്തായാലും പോകുന്നു. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അവസരം തന്ന ലീഡർമാർക്ക് എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. പിന്നെ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ടൂറൊക്കെ സംഘടിപ്പിക്കുന്നല്ലേ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ജ്യൂസാണ് എല്ലാവരും പരീക്ഷിക്കണം. പിന്നെ ഞങ്ങൾക്ക് കഴിച്ചത് അടിപൊളി ഫുഡായിരുന്നു ഇന്നലെ. അത് എല്ലാവരും നമ്മളുടെ പ്രോട്ടീൻസും പൈസ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഫുഡാണ്. അപ്പൊ എല്ലാവരും പരീക്ഷിക്കുക. നമ്മുടെ റെസിപ്പി ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് സന്തോഷം. ഒരു പേടി എയർപോർട്ട് കാണുമ്പോ. അപ്പൊ ഇനി അങ്ങോട്ട് പോവാനായിട്ട് ഒരു അവസരം ടൂറിനായിട്ട് മാത്രം ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അവിടെ അത് കാണുമ്പോ, എയർപോർട്ട് കാണുമ്പോ പഴയ ഓർമ്മകൾ വരും. അതെ, അപ്പൊ വീണ്ടും എന്താണ് അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഇടക്ക് പോകുമ്പോ 2 ഹോം മീറ്റിംഗ് കൂടുതൽ കൊടുക്കും. അപ്പൊ ഒരു ആവേശം, എന്താണ് ഒരു പേടി. പക്ഷെ RCMൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഫുൾ എൻജോയ്മെന്റ് ആണ്. നമുക്ക് ആരോഗ്യം കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ജോലിയോടുകൂടി തന്നെ ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും RCMൽ എത്തിയത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു സന്തോഷം ആസ്വദിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് ബിന്ദു വിജയൻ. ഇന്നലെ കടയിൽ വെച്ച് 2-3 ടീമിനോട് ഞാൻ പറഞ്ഞു നാളെ ഇന്ന് കട അടച്ചിട്ട് ഞങ്ങൾ ടൂറിന് പോവാണ്. പക്ഷെ RCMൽ ടൂർ പോയിട്ട് കുറച്ചായി. പക്ഷെ ആളുകൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നും ടൂറിലാണെന്ന്. ഇപ്പോഴും നമ്മളെ തായ്ലൻഡ്, മൈസൂരൊക്കെ പോയത് ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ ഞങ്ങൾ പണ്ടൊക്കെ കുറെ ടൂറൊക്കെ പോവായിരുന്നു. അന്നൊക്കെ കുട്ടികൾക്ക് ചെറിയ കുട്ടികളായിരുന്നു. പക്ഷെ RCMൽ വന്നപ്പോ ടൂർ പോകുമ്പോ ഇളയ മോൻ പറയും അമ്മ അച്ഛന് എന്നും ടൂർ പോകണം, ഞങ്ങളെ കൊണ്ടുപോകണില്ലാന്ന്. പക്ഷെ ഇന്ന് ആ ഫാമിലിയോട് കൂടി പോകാൻ ഈ ഒരു ടൂറിൽ ഞങ്ങളുടെ ടീമിൽ നമുക്ക് ആ ഒരു അവസരം എത്തിച്ചാൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യാം. ഞങ്ങൾ അടിച്ചു പൊളിക്കും, അത് വേറെ കാര്യം. അപ്പൊ ഒരു നാടൻ പാട്ടല്ലേ എല്ലാവരും. നാഗത്തിൽ ലക്ഷണം
നാഗത്തിൽ ലക്ഷണം ചൊല്ലി അടി വരുന്നിരനാഗം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലി പൊന്നിക്കുരു പോലെ കണ്ണും കറുകപ്പില്ലത്തൊരു നാവും പൊന്നിക്കുരുവത്ത കണ്ണും നല്ല കറുകപ്പില്ലത്തൊരു നാവും അടി വരുന്നിരനാഗം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലി അടി വരുന്നിരനാഗം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലി തലയും നല്ല കൽക്കണ്ടം പോലെ വിഷവും കാണിക്കയുത്ത തലയും അതിൽ കൽക്കണ്ടം പോലെ വിഷവും അടിവരുന്നിതാകം സിവില് വന്ന പിന്നെ താജ്മഹൽ കാണാൻ പറ്റി, ഡൽഹിയിൽ പോകാൻ പറ്റി, അതുപോലെ കുറെ സന്തോഷങ്ങളും അനുഭവങ്ങളും കിട്ടി. അപ്പൊ എല്ലാരും അടിച്ചു പൊളിക്കുക. ഇപ്പൊ ആലപ്പുഴയ്ക്ക് ടൂർ പോകുന്നു നമ്മള്. എല്ലാരും തകർത്ത് വരാ. ജയാർസിയോ എന്താ പറയാ, നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ആ സാധിക്കുന്നത് എന്താ, നമ്മൾ RCM എല്ലാം തരും എന്ന് പറയുന്നത്. RCMൽ വന്നപ്പോൾ ആദ്യം കയറാൻ പറ്റിയ എനിക്ക് ഫ്ലൈറ്റിലാണ്. ഏറ്റവും സന്തോഷം അയൽസാറിന് സിനിമയുടെ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്, നമ്മുടെ യാത്രകളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ എൻജോയ് ചെയ്തതുപോലെ RCM എന്ന പ്രസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് സ്നേഹത്തോടെ അതുപോലെ എല്ലാവരുടെ കയറി നിന്നുകൊണ്ട് എന്താ പറയാ, ഇങ്ങനെ ഒരു സന്തോഷം ഇങ്ങനെ കിട്ടിയത്. അതിന്റെ കൂടെ എന്റെ കൂട്ടുകാരി കൂടിയായ വിനിത മാഡത്തിനെയും കൂടി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത്. അത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മുടെ കൂടെ വരുന്നവരോട് സന്തോഷിപ്പിക്കുക എന്നുള്ളത് RCM എന്ന പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ്. ഇതിൽ നിലനിന്നുകൊണ്ട് ഇനിയും ഇതുപോലെ ഉയരങ്ങളിൽ പോകാനും ടൂറുകൾ പോകാനും സാധിക്കാൻ എനിക്ക് ഇതിലൂടെ സാധിക്കുമെന്ന് ഉറച്ച തീരുമാനമുണ്ട്. അതുപോലെ എല്ലാവർക്കും നമുക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വിദ്യാർത്ഥിയും കൂട്ടാർത്ഥിയും. താങ്ക് യു. എല്ലാവർക്കും അടിപൊളി ഒരു വൈബോടുകൂടി നല്ലൊരു ടൂറാക്കി മാറ്റാം. ഒരിക്കൽ കൂടി GRCM കൂട്ടാർസി റോയൽ ബീച്ചൂറാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. കാരണം ആലപ്പുഴ ബോട്ടിങ്ങിന് ആലപ്പുഴ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, പക്ഷെ ബോട്ട് അവിടെ പോയി കാണാറുണ്ട്. ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൂറുകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മൈസൂര് ഒരു ടൂർ പോയെന്നല്ലാതെ ബാക്കിയൊക്കെ ഇതിൽ വന്ന പിന്നെയാണ് രാജസ്ഥാനും താജ്മഹലും ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയാണ് പോയി കണ്ടത്. അപ്പൊ വളരെയധികം സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷത്തിൽ ഒരു 2 വരി പാട്ട്, 2 വരി അറിയുള്ളൂ, ബാക്കി അറിയാവുന്നവർക്ക് അപ്പൊ കുട്ടനാട് തന്നെ പോകുന്നോണ്ട് കുട്ടനാടൻ കൊച്ചു പെണ്ണെ കുയിലാല് കുട്ടു വേണം, കുഴൽ വേണം, കുന്നരം വേണം. ഇനിയും ഇങ്ങനത്തെ ട്രിപ്പ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ല നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JRCM കൂട്ടാർസി. അങ്ങനെ സംസാരിച്ചിട്ടില്ല, ഇപ്പൊ മൈക്കലാണ് സംസാരിക്കുന്നത്. JRCM ഞാൻ സുഭാഷ് സാറിന്റെയും നിയാമത്തിന്റെയും മോളാണ്. എനിക്ക് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. ഈ യാത്രയിൽ കുറെ പോയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോണേ. അത് RCM ഫാമിലിയോടൊപ്പം. പിന്നെ എനിക്ക് SLCയുടെ റിസൾട്ട് വന്നപ്പോ എന്റെ ബന്ധുക്കളെക്കാട്ടും കൂടുതൽ RCMന്റെ ഫാമിലിയാണ് എന്നെ. അപ്പൊ RCMന്റെ ഫാമിലിയാണ് ഇപ്പൊ ഏറ്റവും വലിയ ഒരു കരുത്ത്. ടൂറ് പോവാണ്ട് സത്യം ഉള്ളിനുള്ളിൽ ഭയങ്കര ഒരു വിമ്മിഷ്ടായിരുന്നു. അപ്പോഴാണ് സജീവ് സാറ് പറഞ്ഞത്. ഞാൻ സജീവ് സാറ് മറന്നുപോയോന്ന് വിചാരിച്ചു. പ്രാവശ്യം ചാറിനെ കൂടി ടൂറ് പോകണമെന്ന്, പക്ഷെ വെക്കേഷൻ ആയിട്ടൊന്നും പറയുന്നതൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ പ്രാവശ്യം പറഞ്ഞപ്പോ സത്യം ഒരുപാട് സന്തോഷമായി. കയ്യടി, എല്ലാവരും കയ്യടി. കരിമിഴിയുള്ള കണ്ണാടിയാലെ കരിമിഴിയുള്ള കണ്ണാടെ കരിവളയിട്ട കയ്യാലെ മാറിലടക്കിയ മലവാണത്തിലെ മാഡത്തിന്റെ മോളാണ്. എന്നപ്പം ആദ്യമായിട്ടാണ് ടൂറിന് വരുന്നത്. ടൂറിന് പറഞ്ഞാലും 2 ദിവസം മുമ്പാണ് പറഞ്ഞത്. ആദ്യം പോണില്ല എന്നാണ് പറഞ്ഞത്, പിന്നെയാണ് തീരുമാനിച്ചത് പോണ കാര്യം. വന്നതിൽ ഏറെ സന്തോഷം.
ടൂറ് തുടങ്ങിയിട്ടുള്ളോ? അപ്പോൾ ഇത്രയ്ക്ക് ബസ്സിൽ തന്നെ വെച്ച് മോൾക്ക് ഇഷ്ടമായോ ഈ ഒരു ട്രിപ്പ്? ഇനി ബോട്ടിലൊക്കെ കയറാൻ പോകണല്ലോ. ഇപ്പൊ ഇതുവരെ എങ്ങനെയുണ്ട്? ഇതുവരെ അടിപൊളിയാണ്. ഇനിയും ഇതുമാതിരി ടൂറിന് വരും, അമ്മയോടൊപ്പം വരും. ദേശീയം കുട്ടാർസിയം. അടിപൊളി. സുരേഷ് സാറിൻ്റെയും ലീനി മാഡത്തിൻ്റെയും മോളാണ്. RCM വന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ടൂറിന് പോകുന്നത്. ബോട്ട് ടൂറിന് ഇപ്പോഴാണ് പോകുന്നത്. അതിന് വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വീട് ചാഴൂരാണ്. ഞാൻ ഈ ആർസിമിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര ദുഃഖങ്ങളും വിഷമങ്ങളും ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആർസിമിൽ വന്നതോടുകൂടി എൻ്റെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും മാറി. ടൂറാണെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വല്ല പ്രോഗ്രാമൊക്കെ ആവും, പല ട്രെയിനിങ്. സത്യമായിട്ട് ഞാൻ ഇനി മാഡത്തിനോട് ചോദിച്ചിരുന്നു എന്താട്ടുന്ന ക്ലാസ് ആവാം. ടൂറിക്ക് പോകണ്ട്, നല്ല ട്രെയിനിങ് ഒക്കെ ആവും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ബിജു സാറിന്റെ ഷോപ്പിന്റെ അവിടെ വന്നിട്ടും ഞാൻ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ടൂറിനല്ല പറയുന്നത്, എവിടെയാണെന്ന് ക്ലാസ് ആവാം, എത്ര വൈകാവാം. ട്രെയിനിങ്, ക്ലാസ്, മീറ്റിംഗ് എന്നുള്ള ഒരൊറ്റ ജ്വരം മാത്രമുള്ള മനസ്സിൽ ടൂറിനുള്ള ചിന്തയില്ല. പക്ഷെ ടൂറിന് കേട്ടപ്പോൾ ആർസിമിലോടെ ഒരു ടൂറ് വളരെ സന്തോഷമുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ 3 മണിക്ക് എനിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ 3:30 തന്നെ നാട്ടിൽ ലീനി മാഡത്തിൻ്റെ അവിടെ വന്നു. എല്ലാവരും ഒരുമിച്ച് പോരാനുള്ള ധൈര്യത്തിൽ ഇനിയും വളരെ സന്തോഷത്തോടെ ഇനി ടൂറ് പോവാനും ആർസിമിലോടെ തന്നെ നല്ല വിജയങ്ങൾ ഉണ്ടാവാനും എന്തുകൊണ്ട് കാരണം എന്ത് തീക്കട്ടലിക്കാലും എത്തിച്ചു പിടിക്കുന്നുണ്ട്. ആർസിമിലോട് ഉറച്ചു നിൽക്കണം തീരുമാനത്തോടു കൂടി ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വെച്ച് എല്ലാവരും നന്മ നിറഞ്ഞ ഈ സംസ്ഥാനത്ത് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ RCM. വിനിത മാഡമാണ്. വിനിത മാഡം ഇല്ലാത്ത തന്നെ നല്ലൊരു വിഷമമുണ്ട്. എന്നാലും വിനിത മാഡം ഇല്ലെങ്കിലും സത്യൻ സാറും സനൽ മോനും വന്നിട്ടുണ്ട്. അതിനും വളരെ സന്തോഷം. സത്യൻ സാർ എന്തായാലും വർക്ക്ഷോപ്പ് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഫുൾ ടൈം RCMലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വന്നതിൽ ഭയങ്കര സന്തോഷം. അതുപോലെ വിനിത മാഡം ഒരു ഷോപ്പിന്റെ പണിപ്പുരയിലാണ്, അതുകൊണ്ടാണ് ആൾക്ക് വരാൻ സാധിക്കും. ബിജു സാറും സജീവ് സാറും എനിക്ക് സപ്പോർട്ട് കംപ്ലീറ്റ് ഇനി ഞങ്ങളുടെ ഷോപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പണിക്കാണ് ബിരുദമ്മയുടെ വരാട്ടിൽ നിന്ന്. ആ ഷോപ്പിൽ എല്ലാവരും വരാ, എല്ലാവരും കൂടെ വിജയിക്കുക. താങ്ക് യു. ആളെ 25-ാം തീയതിക്കുള്ളിൽ എന്തായാലും ഉദ്ഘാടനം ഉണ്ടാവും പറയും. 25-ാം തീയതിക്ക് എന്തായാലും ഉദ്ഘാടനം ഉണ്ടാവും. പണികളൊക്കെ എല്ലാവർക്കും നമസ്കാരം. JRCM. എൻ്റെ പേര് വിനീത, എളന്തിക്കലിൽ നിന്ന് വരുന്നു. എന്നെ ഈ നന്മറിഞ്ഞ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് എൻ്റെ കൂട്ടുകാരി കൂടിയായ ഭവ്യ മാഡമാണ്. ഭവ്യ മാഡം തന്നെയാണ് കാരണം ഇതിൽ വരാനായിട്ട്. വെച്ചാൽ സ്റ്റാർ അനാബമാണ് ഇതിലെല്ലാവരും ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ. പക്ഷേ എനിക്ക് ഇതിൽ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. 2 ദിവസം മുന്നെയാണ് അത് അറിഞ്ഞത്. ഇത്ര നാള് ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ടൂർ പോയിരുന്നത്, കുട്ടികളെയും കൂട്ടിയിട്ട്. പക്ഷേ ഇന്ന് ആളില്ലെങ്കിലും കൂടെ മക്കളെ കൊണ്ട് എനിക്കിതിൽ വരാനായിട്ട് സാധിച്ചു. പിന്നെന്താ പറയാ, നല്ലൊരു ട്രിപ്പാണ്. നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്, നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതും നമ്മുടെ ഒരു ഫാമിലിയാണ്. RCMൽ വന്നത് നമ്മൾ വേറൊരു ഫാമിലിയാണ്. നമ്മുടെ സ്വന്തം ഫാമിലി വിട്ട് RCM ഫാമിലിയിലാണ് നമ്മളിപ്പോൾ ടൂർ പോണത് തന്നെ. അത് പരമാവധി എൻജോയ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഇതിൽ വന്നിട്ടുള്ളത് തന്നെ. എൻ്റെ അവസരങ്ങൾ ലഭിച്ചത് കൊടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നാളും നമ്മൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോയത്. പക്ഷേ എനിക്ക് സ്വന്തം ആയിട്ട് ഒരു എന്താ പറയുക, എൻ്റെ മക്കളെ കൂടെ കൊണ്ടുവരാനും പങ്കെടുപ്പിക്കാനും പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനൊരു അവസരം തന്ന എൻ്റെ സുഹൃത്തു കൂടിയായ ഭവ്യ മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട്. കൂട്ടായ്മയാണ് ഏറ്റവും വലുത്. നമുക്ക് നല്ലൊരു കൂട്ടായ്മ RCMലൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ യാത്രയിൽ ഞങ്ങൾക്ക് കുടുംബസഹിതം ഇത്രയും പേര് ഒരുമിച്ച് പോകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു 2 വരി പാട്ട് പാടാം. പാട്ട് പാടാനും അറിഞ്ഞിട്ടില്ല, എന്നാലും സന്തോഷം കൊണ്ട് പാടുന്നതാ. എല്ലാവരും അറിഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാതും. കാളി ഭദ്രകാളി മായേ മഹാമായേ മാരിയമ്മൻ തായേ. എന്നെ RCM എന്നൊരു നന്മയിലേക്ക് കൊണ്ടുവന്നത് വിനിത മാഡമാണ്.
ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ അറിഞ്ഞ മേഡം വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ തന്നെ പറഞ്ഞു അയ്യോ മേഡം ഇല്ലെങ്കിൽ ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് പറ്റില്ല, സത്യൻ സാറും ഉണ്ട് മോനും ഉണ്ട് കൂടെ, പിന്നെ എല്ലാവരും അറിയുന്ന ആളുകള് അവരുടെ കൂടെ പോണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ മേഡം ഞാൻ ഉണ്ടാവും. ആദ്യം ഞാൻ പോകില്ല എന്ന് തന്നെ വിചാരിച്ചേ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എപ്പോഴും. RCMൽ വന്നിട്ട് ഒത്തിരി പ്രോഗ്രാമുകൾക്ക് പോയിട്ടുണ്ട്, ഗോവയില് ഡൽഹിയിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോകുമ്പോഴൊന്നും മനസ്സിൽ ഒരു പൂർണ്ണമായിട്ടൊരു സന്തോഷം തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ട്രിപ്പ് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഫാമിലിക്ക് വരാമെന്ന മെസ്സേജിൽ കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി. കാരണം ഇതുവരെ എൻ്റെ മക്കളെ ഞാൻ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ടൂറും കൊണ്ടുപോയിട്ടില്ല. എൻ്റെ മോളിപ്പോൾ ഈ വർഷം 10ലേക്കാണ്. ഈ വർഷത്തിൽ ഇനിയിപ്പോൾ എക്സാമിൻ്റെ ടൈമും കാര്യങ്ങളും അവൻ പോകാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ചോദിക്കും അമ്മ RCMൽ എല്ലായിടത്തും ടൂറ് പോകുന്നുണ്ട്, ഞങ്ങളെ കൊണ്ടുപോണില്ലല്ലോ എന്ന് പറയും. ടൂറ് വരണത് തന്നെ പള്ളിയിൽ പെരുന്നാൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു അവസരം. പക്ഷെ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമാണ്, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയ പോണേ. കാരണം എൻ്റെ മക്കള് കൂടെയുണ്ട്. ഇങ്ങനെ കൂടെ പോകുമ്പോൾ ഒരു ഭയം ഉണ്ടാവാറുണ്ട്, കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു. പക്ഷെ ഞാൻ RCMൽ വന്ന കാലം മുതൽ ടൂറുകളും കാര്യങ്ങളും പോകുമ്പോഴൊക്കെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ആരും കൂടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീല് ഒരിക്കലും RCMൽ വന്നിട്ടുണ്ടായിട്ടില്ല. ഒരു കുടുംബം എങ്ങനെയാണോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അതേ ഫീലാണ്. കാരണം വെച്ചാൽ ലീഡേഴ്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ എല്ലാവരും നമ്മുടെ ലീഡേഴ്സാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട് അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയത്തിമാര്, അവരുടെ മക്കള്, അങ്ങനെ ഒരു വലിയൊരു ഫാമിലി, കൂട്ടുകുടുംബം എന്നൊരു ഫീലാണ് RCM മെമ്പേഴ്സ്, RCM ഈ കുടുംബത്തിൽ നമുക്ക് കിട്ടുന്നത്. ഒരു പുതിയ വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ പോലും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അതേ ഫ്രീഡം, അതായത് നമ്മൾ ജനിച്ച് വളരുന്ന ആ വീട്ടിൽ കിട്ടുന്ന ഒരു ഫ്രീഡം നമുക്ക് എന്തും തുറന്നു പറയാൻ, സങ്കടമായാലും സന്തോഷമായാലും ആഗ്രഹങ്ങളായാലും സ്വപ്നങ്ങളായാലും തുറന്നു പറയാനും അത് നേടിയെടുക്കാൻ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പറപ്പുകൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒറ്റ ഫീലാണ് നമുക്ക് RCM എന്നതിലേക്ക് വരിക. അപ്പം എല്ലാവർക്കും ആ ഒരു കുടുംബത്തിൻ്റെ ഫീല് കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിലൂടെ ഉയർന്ന വിജയങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ RCM, ഗുഡ് RCM. എന്താ ഈ അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നൊന്നും പറയേണ്ടതായി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നീന. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലാണ് ഇതുപോലൊരു ടൂറ് പോവുക. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്, ഫാമിലിയേക്കാളും ഉപരി ഫ്രണ്ട്സിനോടൊപ്പം പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയിട്ട് പറയും നല്ല രസമായിരുന്നു പാട്ടും ഡാൻസും. എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം അമ്മ ഒതുക്കി പിടിച്ചിട്ട് എങ്ങോട്ടും വിടാണ്ട് വളർത്തി ഉണ്ടാക്കിയതാണ്. പുറത്തേക്കൊന്നും അങ്ങനെ വിടില്ല. അപ്പൊ ഞാൻ വിഷമിച്ചിട്ടുണ്ട് കുറെ പ്രാവശ്യം. അപ്പൊ ഇപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ്. പിന്നെന്ന് പറഞ്ഞത് എൻ്റെ രണ്ടാമത്തെ വലിയ ആഗ്രഹവും സ്വപ്നമാണ് യാത്രകൾ എന്ന് പറയുന്നത്. ഞാൻ സഫാരി ചാനലിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പരിപാടി എപ്പോഴും കാണാറുണ്ട്. അത് കാണുമ്പോൾ ഞാൻ ചേട്ടനോടും മോളോടും പറയാറുണ്ട് എന്തൊരു ഭാഗ്യമാണ് അയാൾക്ക്. നല്ല ഭാഗ്യമുള്ള മനുഷ്യനാണ്. വേൾഡ് മൊത്തം കാണാനുള്ള ഒരു അവസരം അയാള് ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ആഗ്രഹമാണ് RCMലൂടെ ഞാനത് സാധിച്ചിരിക്കും. ഞാനും എൻ്റെ ചേട്ടനും മോളും കൂടിയിട്ട് ഇങ്ങനെ വേൾഡ് മൊത്തം കാണണം എന്നുള്ള ആഗ്രഹം RCMലൂടെ സാധിച്ചിരിക്കും. ജയ RCM, ഗുഡ് RCM. സുരേഷ് സാറിന്റെ മകനാണ്. വടുവിലൊരു ഷോപ്പുണ്ട്, ചാവടൂരാണ് വീട്. അപ്പോ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വരുന്ന വിചാരിച്ചല്ല, അച്ഛനെ വിടാന്നാണ് വിചാരിച്ചത്. പക്ഷെ അച്ഛൻ കുഴപ്പമില്ല നീ പൊക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. വളരെ വലിയ സന്തോഷം. RCM ഫാമിലിയിലൊപ്പം ഒരു അടിപൊളി ടൂർ പോകാൻ പറ്റില്ല എല്ലാവർക്കും. എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ചേച്ചിയുടെ ഒപ്പം വരാൻ പറ്റി. ഇനിയിപ്പോ ചേച്ചി പറഞ്ഞ ഞാൻ തിരിച്ചു പറയണത്, ചേച്ചിനെ എല്ലാ ടൂറും ഞാൻ വിട്ടിരിക്കും. എല്ലാ ടൂറിനും എല്ലാ അമ്മയും ചേച്ചിയും ഫാമിലി ആയിട്ട് വന്നിരിക്കും. ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞു ഇനി അടുത്ത വട്ടം വരുമ്പോ ഇപ്പൊ സ്റ്റാറിലെ സ്റ്റാർ ഗോൾഡ് ആയിട്ട് വരാം. ഓക്കെ, ജയ RCM, ഗുഡ് RCM.
സാറിൻ്റെ മകനാണ്. വളരെ സന്തോഷം ഇന്ന് ഈ ടൂറിൽ വരാൻ കഴിഞ്ഞതിൽ. ഞാൻ ആദ്യമായിട്ടൊരു ടൂർ പോയിട്ടുണ്ടെങ്കിൽ അത് RCMലൂടെയാണ്. ആ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം. അതേപോലെ തന്നെ ഈ ടൂറ് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റുന്നതിന് ഞാൻ ആശംസിക്കുന്നു. JRCM, ഗുഡ് RCM. ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് പോണത്. സന്തോഷം. ബോട്ടിലൊന്നും കയറിയിട്ടില്ല. ബോട്ടിലൊന്നും കയറിയിട്ടില്ല. പിന്നെ RCMല് കുറെ നാൾക്ക് ശേഷം ടൂർ വന്ന സന്തോഷം. കുറച്ച് തിരക്കിലേക്കായിരുന്നു, ട്രാവലൊക്കെയായിരുന്നു. അതിന് നല്ല ക്ഷീരമുണ്ട്. പിന്നെ നല്ല തണുപ്പാണ് തോന്നുന്നു. നല്ല മുട്ടുണ്ട് കിടന്നു. ഒരു പ്രാവശ്യം ആലപ്പുഴയ്ക്ക് ബോട്ടിൽ പോയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ അവസരം സന്തോഷം. അവിടെ പോയി അടിച്ചു കൊടുത്തു. എൻ്റെ പേര് ജാസ്മിൻ. ജോലി സ്ഥലത്ത് നിന്ന് ടൂറിലൊക്കെ പോകാറുണ്ടെങ്കിൽ ഞാനതിൽ നിന്നൊക്കെ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ്. ഫാമിലിയായിട്ട് പോകാൻ പറ്റാത്ത കാരണം ആ ദിവസം കുട്ടികളുടെ ഒപ്പം വീട്ടിലിരിക്കാൻ വിചാരിക്കും. പക്ഷേ ഇന്നൊരു ദിവസം ഒരു ഫാമിലിയായിട്ട് നിങ്ങളോടൊപ്പം ഒക്കെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ യാത്ര ഇങ്ങനെയുള്ള കുറേ യാത്രകൾക്ക് തുടങ്ങാറുണ്ട്. ഇനി എല്ലാവർക്കും നല്ലത് നമുക്ക് ആശംസിച്ചു. ബോട്ടിൽ എന്താ ചെയ്യാൻ പോകുന്നത്? അടിച്ചു പൊളിക്കാൻ പോകണ്ട, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? നീ പറയ്. നീ ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ബോട്ടിന്റെ പിന്നാലെ നീന്തുന്ന് പറയാനുണ്ടല്ലോ, ശരിയാണോ? നീന്തലൊക്കെ പഠിച്ചില്ലേ? ആ പറയേ, ഒന്ന് ഉഷാറായിട്ട് പറയടാ. കളിക്കാതെ കൂട്ടിക്കളി എന്ന പോലെ കളിയൂനാലിലെ ചെമ്മത്തിലെ ആട്ടുമേലമേ ചിന്നത്തി ഒരു കൊഞ്ചലെ ചെരി കൊട്ടിത്താ തിരികെ കളിവാക്ക് ചൊല്ലിടണേ, കളിവാക്ക് ചൊല്ലിടണേ, ഒരു വാക്ക് ചൊല്ലിടണേ. പണ്ട് കണ്ണുപൊത്തി കളി പന്തും തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണുരുട്ടി കളി കാത് പൊത്തി കളി എന്ന ഇപ്പൊ ഈ ബസ്സിൽ ഇങ്ങനെയൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ആകുമ്പോ സന്തോഷം തോന്നുന്നുണ്ടോ? ഇനി RCMലൊരു ഇങ്ങനൊരു ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ മോൻ വരുമോ അല്ലെങ്കിൽ അന്ന് വരാണ്ടിരിക്കോ? വരും, ഉറപ്പായിട്ട് വരും. ആ, ഏത് അച്ചീവർ ആവണം? ഡയമണ്ട് ആയിരിക്കും. കാരണം ആരാണ് RCM തുടങ്ങി വെച്ചത്? വീട്ടില് വാപ്പ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? ചെയ്യുന്ന ആളാ. അപ്പൊ ഇത് ഡയമണ്ട് ആയിരിക്കും. വാപ്പനെ സഹായിക്കോ? ആന്നല്ല, സഹായിക്കോ? ആ, JRCM. എൻ്റെ പേര് വരദ. ഞാൻ എൻ്റെ അമ്മയുടെ പേര് നീതു. നല്ല സന്തോഷമുണ്ട് വരാനായിട്ട്. ഞാൻ കുറേ ടൂറൊക്കെ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഫാമിലി ആയിട്ട് ഇങ്ങനെ ടൂർ പോകുന്നത്. നല്ല സന്തോഷമുണ്ട്. JRCM. പാടിക്കോ, അവന്റെ പേര് പറയും. ആ, അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു, അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. തീർച്ചയായിട്ടും RCMൽ നമ്മളിങ്ങനെ കൂട്ടായ്മകൾ ഉണ്ടാവാറ് പ്രോഗ്രാമുകളിലാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരുടെയും ഉള്ളു തുറന്നുള്ളൊരു അഭിപ്രായങ്ങൾ, ടീം, മറ്റ് കാര്യങ്ങൾ, ബിസിനസ്സുകളൊന്നുമില്ലാതെ ഓരോരുത്തരുടെയും അനുഭവമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, പങ്കുവച്ചത്.
തീർച്ചയായിട്ടും ഒരു കുടുംബം എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്കാണ് എല്ലാവരും എത്തിച്ചേർന്നത്. നമ്മൾ പരസ്പരം സഹോദരങ്ങളോ പേരൻസോ ചേട്ടനന്യന്മാരോ ആ രീതിയിൽ മക്കളോ ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധമാണ് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓരോ യാത്രകൾ നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എല്ലാ വിജയാശംസകളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ERCM, Good RCM.